അപ്പോൾ ഗൈസ്, നമുക്ക് എളുപ്പത്തിലൊരു ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിവിടെ പാക്കറ്റിലെ ചെമ്മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിത് ആദ്യം പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെമ്മീൻ എടുക്കുക, പാത്രത്തിലിടുക. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കാം. അപ്പം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ ചെമ്മീനെ നമുക്കൊന്ന് പാനിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിടാം. പിന്നീട് നമ്മൾ മസാലയൊക്കെ ചേർക്കും. ഇപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ചെമ്മീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നിടം വരെ നമ്മളിതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സവാള, 2 പച്ചമുളക്. എരിയുള്ള പച്ചമുളകാണെങ്കിൽ 1 മതി. ഇത് എരിയില്ലാത്ത പച്ചമുളകാണ് 2. ഈ സവാള അരിഞ്ഞിട്ട് കരയായിരിക്കാനുള്ള വഴി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഭയങ്കര കണ്ടു നേരം. ഒരു പാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുക്, പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇതിനകത്തിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴണ്ടി വരണം. ഗ്യാസിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഏകദേശം അത് വഴണ്ടി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി. മിക്സ് ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനകത്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയെല്ലാം ഈ ചെമ്മീനിലോട്ട് നന്നായിട്ട് പിടിക്കണം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക.